ഹലോ, ഒരു ഡേ മൈ ലൈഫ് ഉണ്ടല്ലോ നമുക്കുള്ള. അപ്പോൾ രാവിലെ ഞാൻ നന്ദുവിനെയൊക്കെ വിളിക്കാൻ അവരോട് ഇറങ്ങി പോകണം. അവരോട് നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അപ്പച്ചി എന്നോട് പറഞ്ഞ് ചായ ഇടാം. പിന്നെ ഞാൻ ചായ ഇട്ട് കുടിച്ചിട്ടാണ് പിന്നെ നന്ദുവിനെയും വിളിച്ചുകൊണ്ട് കയറി വന്നത്. നന്ദുവിനെയും മീനുവിനെയും വിളിച്ചുകൊണ്ട് കയറി വന്നത് നമുക്ക് രാവിലെ വെള്ളം അടിക്കണമായിരുന്നു, വെള്ളം കൊണ്ടുവരുമായിരുന്നു. നമ്മളിവിടെ എല്ലാവരും പൈസ കൊടുത്താണ് വെള്ളം മേടിക്കുന്നത്. പൈസ കൊടുത്ത് മേടിക്കും, കുളത്തിൽ നിന്നും കോരും. കുളത്തിൽ നിന്ന് വരുന്നത് നമ്മൾ പൈസ ഇല്ലാത്തപ്പോഴാണ് കുളത്തിൽ നിന്ന് വരുന്നത്. ഇന്ന് നമ്മൾ 2-3 മാസത്തിന് ശേഷമാണ് ഇന്ന് വെള്ളം അടിച്ചത് വീട്ടിൽ. അപ്പോൾ രാവിലെ വെള്ളം അടിക്കാനുള്ള പരിപാടിയായിരുന്നു. അതിന് ഹെൽപ്പിനാണ് നന്ദുവിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത്. വെള്ളമൊക്കെ അടിച്ചിട്ട് പിന്നെ പോയി താഴെ മാമൻ്റെ വീട്ടിൽ പോയി സനലേനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമുക്ക് കുളത്തിലൊക്കെ കുളിക്കാനൊക്കെ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. നമ്മൾ രാവിലെ ചപ്പാത്തി സോയാബീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സനലേനെയൊക്കെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുളത്തിലോട്ട് പോയത് കേട്ടോ. പിന്നെ നമ്മൾ കുളത്തിൽ പോയി ഇത് തൊട്ടിയൊക്കെ നമ്മൾ ആദ്യം റോട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് പിന്നെയാണ് വീട്ടിൽ പോയിട്ട് സോയാബീൻ ഉണ്ടാക്കിയത്. കാര്യമെന്ന് വെച്ചാൽ പിന്നെ വീട്ടിലോട്ട് പോയി എടുക്കാൻ പോകണ്ടല്ലോ തൊട്ടിയെന്ന്. അതുകൊണ്ട് അവളുമാർ മുമ്പ് എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കറിയും സോയാബീനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുളത്തിൽ പോയി. നമ്മളെല്ലാവരും കൂടെ കുളിക്കാൻ തുണിയൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. സോയാബീൻ്റെ റെസിപ്പി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പോലെ നോർമലായിട്ട് തന്നെയാണ് നമ്മളുണ്ടാക്കിയത്. ഈ ഉള്ളിയെല്ലാം വഴറ്റിയിട്ടാലും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഐറ്റംസൊക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ട് പിന്നെ സോയാബീൻ ഇട്ട് ഇളക്കിയിട്ട് മസാലയും ഇതൊക്കെ ഇട്ടിട്ട് ചിക്കൻ കറി പോലെയൊക്കെ തന്നെയാണ് നമ്മൾ സോയാബീൻ കറി വെച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. ബ്ലാക്ക് കോഫിയൊക്കെ ഇട്ടിട്ട് നമ്മളെല്ലാവരും കൂടി കഴിച്ചു. നമ്മൾ കസിൻസ് എല്ലാവരും ഇന്ന് രാവിലത്തെ ഭക്ഷണം നമ്മളെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചും കഴിച്ചത്. നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അവിടുന്ന് ഫസ്റ്റ് ഏത് വീട്ടിലാവുന്നോ അവിടെ നിന്ന് അങ്ങ് കഴിക്കും കേട്ടോ. നമ്മൾ വീട് 2-3 വീട്ടിലാണെങ്കിലും നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കഴിക്കും, അങ്ങനെയൊന്നുമില്ല നമുക്ക്. അപ്പം നമ്മളെല്ലാം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഒരുപാട് ദൂരമൊന്നുമില്ല. 2 അടി വെച്ചാൽ അപ്പുറത്തെ വീടായി, പിന്നെ കുറച്ചൊരടി വെച്ചാൽ താഴത്തെ വീടായി. അങ്ങനെയാണ് എല്ലാവരും വീട്. അപ്പോൾ കഴിച്ചിട്ട് നമ്മൾ കുളത്തിൽ പോകണം. ഇതാണ് കേട്ടോ നമ്മളെ കുളം. നമ്മൾ കുളത്തിലോട്ട് വന്നപ്പോൾ കുളത്തിൽ മൊത്തം ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുളത്തിൽ ആൾ പോയിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇതാണ് നമ്മൾ കുളിക്കുന്ന കുളം. അപ്പം മീനാക്ഷിയൊക്കെ തുണി കഴുകുകയാണ് കേട്ടോ. തുണി കഴുകി നമ്മൾ കുളിക്കുന്ന കുളമാണ്. നല്ല ഇറങ്ങണം തിരിച്ച് കയറുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇറങ്ങി നമുക്ക് എളുപ്പമാണല്ലോ, പിന്നെ കയറി വരാനാണ് കുറച്ച് പാട്. പിന്നെ നമ്മൾ കുടിക്കാൻ വെള്ളം കോരുന്ന കുളം കാണിച്ചാൽ ഇതാണ് കേട്ടോ. നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം കോരുന്ന മാറിപ്പോകും പറയുമ്പം. ഇതാണ് കേട്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ കുടിക്കാനൊക്കെ വെള്ളം കോരുന്നത്. ഇപ്പം പൈസ ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ വെള്ളം അടിക്കുകയുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് കോരിക്കൊണ്ടാണ് പോണത്. നല്ല ബുദ്ധിമുട്ടാണ്, കാരണം നല്ല കയറ്റമില്ല. പക്ഷേ നമുക്കിതൊരു അനുഗ്രഹമാണ്. കാര്യം എന്ന് വെച്ചാൽ വെള്ളം ഒരിക്കലും പറ്റത്തില്ല, എത്ര വെയിലായാലും വെള്ളം പറ്റത്തില്ല. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് വെള്ളം കോരുന്നില്ല കേട്ടോ. കാരണം രാവിലെ നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്ന് വെള്ളം കോരുന്നില്ല. വെള്ളം കോരുന്നൊരു വീഡിയോ നമ്മൾ ടാങ്കിൽ വെള്ളം തീരുമ്പോൾ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അപ്പം വീട്ടിൽ കയറി പോണ വഴി. നല്ല കയറ്റമാണ്. ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈസിയായിട്ട് തോന്നുന്നത്. നല്ല കയറ്റമുണ്ട്. കയറ്റം കയറുകയാണ് കേട്ടോ പോകാൻ. അപ്പോൾ ഇരുട്ടായി. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോൾ പോയാണ് നമ്മൾ തിരിച്ചിരുന്നത്. അപ്പോൾ 6:30 ആയി. തുണിയൊക്കെ ഇല്ലായിരുന്നു കഴുകാൻ. എല്ലാം കഴുകിയൊക്കെ കയറി വന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കുളത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ്. എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഞങ്ങളെ കസിൻസിനും കൂടി നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളെ ഇതൊക്കെയാണ് നമുക്കുള്ള ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഓരോ വീഡിയോ ഇട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബും സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് വേണം. അപ്പം എന്തെങ്കിലുമൊക്കെ ഞങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.